ശ്രീ സന്ദീപ് ജി സ്വമനസാലെ ഖദർ കെട്ടി ജനസേവനം നടത്താൻ തീരുമാനിച്ചതാണോ അതോ സംഘതന്ത്രങ്ങൾ മെനയാൻ നിയോഗിച്ച ഗാന്ധിയ നടനമാടുന്ന ഉഗ്ര കരുപാത്രമോ? അതാണോ ശ്രീ സന്ദീപ് ജി ആടിക്കൊണ്ടിരിക്കുന്നത്? ബിജെപിയുടെ അജിത് ഡോവലാണോ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ്. ആ ഒറ്റ വാക്കി ചോദിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇത്രയും വർണ്ണിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ബിജെപിയിലെ അജിത് ഡോവലാണോ സന്ദീപ് വാര്യർ? അതാണ് ഇതില് അങ്ങനെ ഒരു സംശയം. എനിക്ക് സംശയം തോന്നുന്ന കാരണം എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാനിലെ 7 വർഷം ഇങ്ങനെ അവിടെ ചെന്നിരുന്ന പാകിസ്ഥാനെ മുക്കും മൂലം അറിയായിരുന്നു. ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോ അജിത് ഡോവലില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പം ഇവന്മാര് ഭീകര ക്യാമ്പുകളെല്ലാം തല്ലി തേർത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാ ഇപ്പൊ പാലക്കാട് ഇത് തുടങ്ങി. ഇപ്പൊ ആദ്യം അവനെ അടി പാലക്കാട്. അപ്പൊ കൃത്യമായി ചേറ്റെല്ലാം അയച്ചു കൊടുത്തത്. ആ വിട്ടോ, പുറത്ത് വിട്ടോ, എല്ലാം കിട്ടിയിട്ടുണ്ട് സാർ, എനിക്ക് പുറത്ത് വിട്ടോ, നീ എന്നിട്ട് മുങ്ങിക്കോ, ഇടയ്ക്കിടയ്ക്ക് അവരെ പോയിട്ട് 4 പോസ്റ്റ് ഇട്ടോ, അപ്പൊ ആരും സംശയിക്കില്ല. അങ്ങനെ ഈ ഒരു ലങ്കാ ദഹനം നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഹനുമാനാണോ ഈ നമ്മുടെ സന്ദീപ് വാര്യർ എന്നുള്ള ചോദ്യം മൂട്ടില് തീയിട്ട് ഇനി ആളെ കത്തിക്കോളും. കോൺഗ്രസ്സുകാർക്കെല്ലാം ഇപ്പൊ ഉണ്ട്, ആ ഒരു സംശയമുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടമായിട്ട് വലിയൊരു ചങ്ങാത്തമായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും തോളത്തൊക്കെ ആയിട്ട് ശിവനും ശക്തിയും ചേർന്നാൽ മാസ്. അങ്ങനെയല്ലടാ മോനെ, നീ പറ അതിന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ ചേട്ടനോട് നീ ധൈര്യമായിട്ട് പറ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്താണെങ്കിൽ വിശ്വസിച്ചെല്ലാം പറയുകയും ചെയ്തു. കാരണം ഇനി തിരിച്ചു പോകാനുള്ള ഉളുപ്പില്ലായ്മ കാണിക്കൂല എന്ന് വിചാരിച്ചു. തിരിച്ചു പോയാലും എടുക്കൂല, അത് വേറെ കാര്യം. എന്നാൽ ഇനിയിപ്പം എന്തായാലും ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകളോട് ചേരത്തില്ല. കാരണം ഒരു കേസ് കിടപ്പുണ്ട് ഗോവിന്ദ മാഷുമായിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റൂല. പിന്നെ ബിജെപിയിലോട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയില്ല. അപ്പം ഇദ്ദേഹം വിചാരിച്ചു. പക്ഷേ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം മറന്നുപോയൊരു കാര്യമുണ്ട്. കോൺഗ്രസ്സുകാരൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള രക്തത്തിൽ അലിഞ്ഞു വരുന്നൊരു സ്വഭാവമുണ്ട്. എന്താണ്? കൂടെ നിൽക്കുന്നതിന്റെ കാല് വാരുക എന്നുള്ളത്. ആ ഒരു സ്വഭാവം കൂടെ ഇദ്ദേഹം ആർജിക്കും. അതായത് ആ പാർട്ടിയിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ സ്വഭാവം നമ്മൾ ആർജിക്കും. ഏത് പാർട്ടിയിലാണോ പോകുന്നത് ആ പാർട്ടിയുടെ സ്വഭാവം നമുക്ക്. പണ്ട് കരുണാകരനെ വളർത്തിക്കൊണ്ട് ആന്റണി കരുണാകരനെ തന്നെ ചവിട്ടി വളർന്ന കഥ അതുപോലെ. അപ്പൊ ആ ഒരു അന്തർലീനമായിട്ട് ഇത് സന്ദീപ് ജിക്ക് ഉണ്ടാവും എന്നുള്ളത്. അന്തർലീനമായിട്ട്. ഓ, അന്തർലീനം. മറ്റു വാക്കുകൾ പറയരുത്, ഇവിടെ വേറെ രീതിയിലൊക്കെ അത് വിമർശിക്കപ്പെടും. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സ്വഭാവം സന്ദീപ് ജിക്ക് ഉണ്ടാകും എന്ന് ആര് മറന്നു? രാഹുൽ മാങ്കൂട്ടം മറന്നു. ഇപ്പം ഈ രാഹുൽ ഞാനിപ്പം ഇതൊരു അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാം. നമ്മുടെ സന്ദീപ് ജി വാര്യർ കോൺഗ്രസിൽ വരുമ്പോൾ കാണുന്ന കാഴ്ച, വരുമ്പോഴല്ല കോൺഗ്രസിലോട്ട് വരണമെന്നുള്ളൊരു ചിന്ത തുടങ്ങിയിട്ട് 2-3 വർഷം ബിജെപിയിൽ ഇരിക്കുമ്പോൾ തന്നെ കാണുമല്ലോ. ഇത് പെട്ടെന്നൊരു തീരുമാനം നമുക്കാണ് തോന്നുന്നത്. ഇദ്ദേഹം ഇത് 2-3 വർഷമായിട്ട് നടപടിയാവൂല, സീറ്റൊന്നും കിട്ടൂല, ഇവന്മാര് ഭരണത്തിലും വരൂല എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2-3 വർഷം കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്ന് കാണാം. അതായത് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, അതുപോലുള്ള തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇദ്ദേഹം നമ്മുടെ സന്ദീപ് ജി വാര്യർ വലിയ ബിജെപിക്കെതിരേക്ക് വൻ ആക്ഷേപങ്ങളും തീ എന്നൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടിരുന്നത്. സന്ദീപ് ജി ഇവിടുന്ന് തലേദിവസം വരെ ബിജെപിയുടെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പുറം മറുകണ്ഠം പെട്ടെന്ന് ഇതുവരെയുള്ള എല്ലാം എങ്ങനെയാണത് സാധ്യമാവുന്നതാണ് സ്വിച്ചിട്ടതുപോലെ. അപ്പൊ അങ്ങനെ ഇയാളിപ്പോ ഇവിടെ ഒന്നുമില്ല. ഇയാളെ സന്ദീപ് ജിയെ ഇപ്പൊ കാണാനേ ഇല്ല. കുറച്ച് നാള് ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. എന്നെ കുറച്ച് നാൾ ഇനി ഫോൺ കിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ട് മുങ്ങിയെന്നാണ് ഇപ്പൊ കേട്ടത്. അപ്പൊ ഈ രാഹുലിനെതിരെയുള്ള മോദിനെ കാല് പിടിക്കാൻ പോയതാണ്. അതാ ആശാനെ പറഞ്ഞേൽപ്പിച്ചതല്ല ഞാൻ. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ, അതായത് നീ മുങ്ങിക്കോ എന്ന് പറഞ്ഞില്ലേ, അതാണ് അവിടുന്ന് വന്നതാണ്. അതാണ് സാധ്യത. മറ്റേ ലൂസിഫർ സിനിമയിൽ കാണിക്കുന്ന പോലെ ഇനി റഷ്യ അൺഡിസ്ക്ലോസ്ഡ് ലൊക്കേഷൻ അവിടെ കാണും ഇദ്ദേഹം. അപ്പം സന്ദീപ് വാര്യർ അതിന് ഈ പറയുന്ന ഇതൊക്കെ പൊക്കിക്കൊണ്ടുവന്ന സന്ദീപ് വാര്യർ ആണെന്നൊക്കെ ഉള്ളതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷക്കാർ പറയുന്നത്. അങ്ങനെയാണ് പരക്കെ സംസാരം സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അതായത് സന്ദീപ് വാര്യരുടെ ഏറ്റവും നമ്മൾ ഈ സന്ദീപ് വാര്യർ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. അദ്ദേഹം പാർട്ടിയിലോട്ട് വരുമ്പോൾ എന്റെ മുന്നിലെ ഏറ്റവും വലിയ വിലങ്ങ് തടി എന്ന് പറയുന്നത് ഇവനാണ്. ഈ കോൺഗ്രസിൽ കാണുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഇവരിങ്ങനെ ചിരിക്കുമ്പോൾ മനസ്സിലുള്ള ചിന്ത ഇതായിരിക്കും, ഇവനാണ് ഏറ്റവും വലിയ വിലങ്ങ് തടി, ഇവനാ വഴി. അപ്പൊ ഇയാളെ ഒതുക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും
കാരണം അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കത്തി നിൽക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ, ഇപ്പം MLA ആയതിനു ശേഷം ചാനൽ ചർച്ചകളിലില്ല, അതിന് മുന്നൊക്കെ ചാനൽ ചർച്ചകളിൽ കത്തി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലെ വ്യക്തമായിട്ടുള്ള സ്വാധീനമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു ഇതിലേക്ക് പ്രതിച്ഛായയിലേക്ക് മാറി എന്നുള്ള കാര്യം സന്ദീപ് വാര്യർക്ക്. അപ്പോൾ ഈ സ്പേസാണ് രാഹുലിന് വേണ്ടത്. ഇപ്പോൾ രാഹുലിന് ഒതുക്കിയാൽ ഉപയോഗമുള്ള, അതായത് ഗുണം കിട്ടുന്ന 2 പേരാണുള്ളത്. ആരൊക്കെയാണ്? ഒന്ന് ഷാഫി പറമ്പിൽ, 2 ആരാണ്? ഇദ്ദേഹമാണ് സന്ദീപ് ജി വാര്യർ. 2 പേരും അതിന് ശ്രമിക്കും. പക്ഷേ ഷാഫിക്ക് അതിന് ശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷക്കാരനായതുകൊണ്ട് ഷാഫിക്ക് അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. അത് ഒരിക്കലും ഷാഫിക്ക് കിട്ടാനുള്ളത് ഷാഫിക്ക് തന്നെ കിട്ടും എന്നുള്ള ഷാഫിക്ക് അറിയാം. അതുകൊണ്ട് അടി വരണോ പോവില്ല, പറഞ്ഞു വരും. അടിയല്ല ഞാൻ പറഞ്ഞത്, സീറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഈ ഷാഫി ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഷാഫിയോട് പരാതികൾ നൽകിയിരുന്നു, ഇങ്ങനെ കൂട്ടുകാരനെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്തു വിട്ടില്ല. അപ്പൊ ഷാഫി ഒരു വിശ്വസ്തനായ കൂട്ടുകാരനാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. പക്ഷെ സന്ദീപിനെ പറ്റി അങ്ങനെയല്ല. കാരണം സന്ദീപ് എന്തുകൊണ്ടാണ്? സന്ദീപ് ഒരു സവർണനാണ്, രാഹുലും സവർണനാണ്. അപ്പോൾ കോൺഗ്രസ്സിൽ ഒരു സവർണനെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യുവാക്കളിലെ 2 പേരും നിൽക്കുകയാണ്. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയാൽ മാത്രമേ ആർക്ക് ആ സ്പേസിലോട്ട് കയറി വരാൻ പറ്റുള്ളൂ. നമ്മുടെ സന്ദീപ് ജിക്ക് അവിടെ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷാഫി ഇതിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്താം. പിന്നെ നമുക്ക് വിരലുകളെല്ലാം ചൂണ്ടുന്നത്, സംശയത്തിന്റെ ചൂണ്ടുവിരലുകളെല്ലാം തന്നെ പോകുന്നത് ആർക്ക് നേർക്കാണ്? സന്ദീപ് ജി വാര്യറിൻ്റെതാണ്. സന്ദീപ് ജി വാര്യർ മിസ്സിംഗ് ആണ്, ഫോണിൽ കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചില മാധ്യമപ്രവർത്തകർ ഇവരെ 2 പേരെയും വിളിക്കാൻ ശ്രമിച്ചു, ഷാഫിയെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പം മാങ്കൂട്ടത്തിനെ ഒതുക്കേണ്ട ഏറ്റവും കൂടുതൽ ആവശ്യതയുള്ള 2 പേരിൽ ഇപ്പോൾ ഏറ്റവും, അതായത് ഈ ഷാഫി പറമ്പിലിന്റെ പേര് അങ്ങനെ പൊതുവെ ആരും പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ പേര് മാത്രമാണ്, സന്ദീപ് ജി വാര്യറിന്റെ പേര് മാത്രമാണ് പറയുന്നത്. വാര്യർ ഈ പറയുന്ന സവർണ മേധാവി വിഭാഗത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്, അങ്ങനെ വിചാരിക്കുന്നുണ്ട് അയാൾക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു മത്സരത്തിന്റെ ഭാഗമായിട്ട് വാര്യറാണ് ഇവിടെ ഇങ്ങനൊരു തട്ടിയതെന്നാണ്, ഇങ്ങനൊരു തട്ടിയതായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു എന്താ പറയുക, ഇവർ തമ്മിലുള്ള ഒരു വാര്യർ ഇടപെട്ട് പല വിഷയങ്ങളും ഇതിലേക്ക് ചരട് വലിച്ചത് വാര്യരാണെന്ന് പറഞ്ഞത്. അതായത് സ്ക്രീൻഷോട്ടുകളും മറ്റും കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തതെല്ലാം വാര്യരാണെന്നാണ് കോൺഗ്രസിനകത്തുള്ള ഒരു പരക്കമുള്ള ഒരു സംസാരം. ഇത് ആരിത് കൊണ്ട് കൊടുക്കുന്നതെന്ന് ഇവരൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാര്യർ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. കാരണം ഇയാളുടെ ശല്യം തൽക്കാലത്തേക്ക് ഇനി ഉണ്ടാവില്ല. ചത്തെന്നും വിചാരിക്കണേ, തീർന്നവൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ MLA ആണ്, എളുപ്പം രാജിവെക്കുമെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും രാഹുൽ മാങ്കൂട്ടം നേരിട്ടുള്ളൊരു ശല്യം കോൺഗ്രസ് പാർട്ടിയിൽ എന്തായാലും സന്ദീപ് വാര്യർക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം സന്ദീപ് വാര്യർക്ക് മാത്രമാണ്, വേറെ ആരും നമ്മൾ നോക്കിയാലും കാണൂല. പിന്നെ വാര്യർക്ക് ന്യായീകരിക്കാം. അതായത് ഈ ന്യായീകരണങ്ങളാണല്ലോ സന്ദീപ് വാര്യർ തൊഴിലാളിയാണല്ലോ വാര്യർ. CPM-ന്റെ AKG സെന്ററിൽ നിന്ന് വരുന്ന ഈ ക്യാപ്സൂളുകൾ പോലെ ഇന്ദിരാ ഭവനിൽ നിന്ന് ക്യാപ്സൂളുകൾ അങ്ങനെ വിടാൻ ആരുമില്ല. അതാണ് ഇവരുടെ ഒരു കുഴപ്പം. VD സതീശൻ പറഞ്ഞത് മുഖം നോക്കാതെ നടപടിയെടുക്കും, യാതൊരു സംശയവുമില്ല എന്നാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകർക്കായാലും പ്രവർത്തകന്മാർക്കായാലും മറ്റു വ്യക്തികൾക്കായാലും മാധ്യമ പ്രവർത്തകർക്കായാലും ഒക്കെ തന്നെ ഇയാൾ വലിയ ബുദ്ധിമുട്ടായി തീർന്നു. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ നടപടി തന്നെ പാർട്ടി എടുക്കും. ഉടൻ തന്നെ അദ്ദേഹം ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഇത് രാജിവെച്ചിരുന്നു. അപ്പം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ വ്യാജ ID കാർഡും വ്യാജ വോട്ടർ കാർഡും ഒക്കെ ഉണ്ടാക്കിയാണെന്ന് കേൾക്കുന്നു. അത് അങ്ങനെ ഒരു വിഭാഗത്തിൽ ചെന്നപ്പെട്ടായിരുന്നല്ലോ, അറിഞ്ഞാലോ. എന്തൊക്കെയായാലും സന്ദീപ് വാര്യരുടെ കളിയാണ് ഇതിൽ ഒന്നൊന്നര കളിയായിപ്പോയി. ഇദ്ദേഹം BJP-യുടെ അജിത് ഡോവലാണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. അങ്ങനെ സംശയിക്കുന്നത് നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയാണോ ഈ വാര്യറിൻ്റെ ഉദ്ദേശം എന്ന് പോലും അറിയില്ല. എന്തായാലും മിഷൻ സക്സസ്ഫുൾ ആയാൽ മാത്രമേ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാൻ കഴിയുകയുള്ളൂ.